Download now. CC Learning app. Hi all, welcome to Competitive Cracker. ഞാൻ മനു. അപ്പോൾ നമുക്കറിയാം എന്താണ് നമ്മുടെ സെറ്റ് എക്സാം ഒക്കെ കഴിഞ്ഞ് അടുത്ത സെറ്റ് എക്സാം വേണ്ടി വെയിറ്റ് ചെയ്ത് കാണല്ലേ. സെറ്റിന്റെ റിസൾട്ട് വന്നിട്ട് ഇപ്പോൾ ഏകദേശം കുറച്ച് നാളായിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് അടുത്ത സെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത്? ഇപ്പോൾ ഈ സെറ്റ് എക്സാമിന് സെറ്റ് കിട്ടാത്ത ഒരുപാട് പേരുണ്ടാവും. അവരൊട്ടും വിഷമിക്കേണ്ട എന്താണ്, വരുന്ന സെറ്റ് എക്സാം നല്ലൊരു അടിപൊളി പ്ലാനോടെ പഠിച്ചാൽ എന്താണ് നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി ആദ്യമായി സെറ്റ് എക്സാം എഴുതാൻ പോകുന്ന കുറേ പേരുണ്ടാവുമല്ലോ, അവരും ഒട്ടും ടെൻഷൻ അടിക്കണം. എന്താണ്, അവർക്ക് നല്ല ഈസി ആയിട്ട് പഠിക്കാനുള്ള അടിപൊളി പ്ലാൻ ഒക്കെ നമുക്ക് ഇന്ന് ഈ വീഡിയോ പറയാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ആപ്പിന്റെ പരിപാടി. ആപ്പിൽ നമുക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ എല്ലാ പരീക്ഷകളും ഒക്കെ നടക്കുന്നുണ്ട് ഡെയിലി കേട്ടോ. അപ്പൊ നമുക്കറിയാം സെറ്റിന്റെ ജനറൽ പേപ്പറിൽ എന്താണ് കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അത്തരം ടോപ്പിക്സ് ഒക്കെ ഈസി ആയിട്ട് പഠിക്കാൻ എന്താണ് നമുക്ക് കറണ്ട് അഫയേഴ്സ് അത്യാവശ്യമാണല്ലോ. ഒപ്പം തന്നെ വേറെ എന്തൊക്കെയാണ് നോക്കിയേ, നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ഉണ്ട്. PYQs ഒരു സെറ്റ് PDF എന്താണ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ഒപ്പം എന്താണ് റാങ്ക് ആൻഡ് പെർഫോമൻസ് അനാലിസിസ് നമ്മൾ എത്രത്തോളം നന്നായി പഠിച്ചു. മോക്ക് ടെസ്റ്റ് ഒക്കെ നമ്മൾ അറിയാലോ, എന്താണ് ഡെയിലി ഉള്ള നമ്മുടെ അനാലിസിസ് ഒക്കെ എവിടെ നടക്കും, നമ്മുടെ ആപ്പ് ത്രൂ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒട്ടും പഠിക്കേണ്ട, നമ്മുടെ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒക്കെ അവൈലബിൾ ആയ ഒരു ആപ്പാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ആപ്പ്. എത്രയും വേഗം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഒപ്പം തന്നെ നമ്മുടെ ജനറൽ പേപ്പറിലെ കറണ്ട് അഫയേഴ്സ് പോലത്തെ എല്ലാ ഏരിയസും നമുക്ക് ഈസി ആയിട്ട് ഈ ആപ്പ് ത്രൂ നമുക്ക് അത്യാവശ്യം കവറപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഒട്ടും പഠിക്കാതെ വേഗം ഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ നമ്മുടെ സെറ്റ് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ റിസൾട്ട് വന്നിട്ട് കുറച്ച് ആളായല്ലോ. അപ്പൊ സെറ്റ് CCയിൽ ഇത്തവണ ധാരാളം കുട്ടികളാണ് CC ത്രൂ എന്താണ് സെറ്റിന്റെ എക്സാം പാസ്സായത്. അപ്പോൾ എന്താണ് ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ എന്താണ് നമുക്ക് അടുത്ത സെറ്റ് എക്സാം അടിപൊളിയായിട്ട് പാസ്സാകുമ്പോഴത്തേക്ക് കേട്ടോ. അപ്പോൾ ഒട്ടും സമയം കളയണ്ട. അടുത്ത തവണ ഈ വരുന്ന ജൂലൈ സമയത്തെ സെറ്റ് എക്സാം പാസ്സായതേ ഇതേപോലെ നിങ്ങളുടെ ഫോട്ടോയും വരും. എന്താണ് സെറ്റ് പാസ്സായവരുടെ ലിസ്റ്റിൽ നിങ്ങൾക്ക് ഫോട്ടോ വരണം അല്ലേ. അത്ര കഷ്ടപ്പെട്ട് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് അത്രയും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്ത് എവിടെ കയറാൻ പറ്റുള്ളൂ, നമുക്ക് നമ്മുടെ സെറ്റ് എക്സാമിന്റെ ഒരു വിന്നിങ് പൊസിഷനിലേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പൊ അത്രയും വലിയ ഒരു എക്സാം, അതായത് കേരളത്തിൽ നടക്കുന്ന ടീച്ചേഴ്സിന് വേണ്ടിയുള്ള ഒരു വലിയ എക്സാം ആണ് സെറ്റ് എക്സാം എന്ന് പറയുന്നത്. അപ്പൊ സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. അപ്പൊ അതെങ്ങനെ പഠിക്കാം, സെറ്റ് മാത്സ് എന്ന പരീക്ഷ എങ്ങനെ പഠിച്ച് നമുക്ക് ആ ഒരു ലെവലിൽ ആ ഒരു പൊസിഷനിൽ എത്താമെന്നാണ് നമ്മൾ ഇത് പറയാൻ പോകുന്നത്. ഒപ്പം എന്താണ് നമ്മൾ ഈ വരുന്ന സെറ്റ് എക്സാമിന് വേണ്ടി ഒരു ബാച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാച്ചിന്റെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നമ്മൾ താഴെ ഒരു ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഫോം ഫില്ല് ചെയ്യുക. ഒപ്പം തന്നെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. എന്താണ് 9746455514 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി. അപ്പൊ നമ്മുടെ താഴെ ഒപ്പം തന്നെ നമ്മുടെ ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്കും ഷെയർ ചെയ്തിട്ടുണ്ട്. ഒട്ടും പഠിക്കേണ്ട എന്ത് ചെയ്യുക, നിങ്ങൾ വേഗം തന്നെ ജോയിൻ ചെയ്യുക. നമുക്ക് നമ്മുടെ സ്റ്റഡി പ്ലാനിനെ പറ്റി പറയാം. അപ്പൊ നോക്കിയേ, സെറ്റ് മാത്സ് എക്സാം ആണ്. ഒരുപാട് ആകെ 80 ക്വസ്റ്റ്യൻ മാത്രമുള്ള ഒരു പരീക്ഷയാണ്. കാരണം ബാക്കി എല്ലാ സെറ്റിന്റെ വിഷയങ്ങൾക്ക് എത്രയാണ് 120 ചോദ്യങ്ങളുണ്ട്. പക്ഷെ മാത്സിനകത്ത് ആകെ ഉള്ളത് 80 ചോദ്യങ്ങൾ മാത്രമാണ്. ഈ 80 ചോദ്യങ്ങൾ എങ്ങനെ കൃത്യമായി പഠിച്ച് ഈ 80 ചോദ്യങ്ങളിലേക്കുള്ള ടോപ്പിക്സ് എങ്ങനെ കൃത്യമായി പഠിക്കാമെന്നൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം എന്താണ് 120 ദിവസമാണ് നമ്മൾ ഇനി ഏകദേശം ഒരു പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. ഏപ്രിൽ മെയ് ജൂൺ ഒരു ജൂലൈ ആകുമ്പോഴത്തേക്ക് മാക്സിമം എക്സാം എന്തായാലും വരും. അപ്പൊ എന്താണ് ഒരു 120 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ കൃത്യമായി ഈ 120 ദിവസം യൂട്ടിലൈസ് ചെയ്ത് എന്താണ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് ജസ്റ്റ് എന്താണ് ഒരു പ്രിവ്യൂ നോക്കാം, എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്കറിയാം ടോട്ടൽ ഡ്യൂറേഷൻ അവിടെ എത്രയാണ്, നമ്മളൊരു 120 ദിവസത്തെ ഡ്യൂറേഷൻ ആണ് എടുക്കുന്നത്. അപ്പൊ നോക്കി എന്താണ് നമുക്ക് മെയിൻ ആയിട്ട് 6 യൂണിറ്റ് ഉള്ളത് അല്ലെ. 6 യൂണിറ്റ്. ഫസ്റ്റ് യൂണിറ്റ് എന്താണ് ഫണ്ടമെന്റൽ കൺസെപ്റ്റ്സ് എന്ന യൂണിറ്റ് ആണ്. അതിനുശേഷം റിയൽ അനാലിസിസ്, കോംപ്ലക്സ് അനാലിസിസ്, അതിനുശേഷം അബ്സ്ട്രാക്ട് ഓൾജിബ്ര, നാലാമത്തെ യൂണിറ്റ് ആയിട്ട് ലീനിയർ ഓൾജിബ്ര, 5ാമത്തെ യൂണിറ്റ് ആയിട്ട് നമ്പർ തിയറിയും ഡിഫറൻഷ്യൽ ഇക്വേഷനും, ആൻഡ് ലാസ്റ്റ് യൂണിറ്റ് ടോപ്പോളജി ആൻഡ് ഫങ്ഷണൽ അനാലിസിസ്. ഇത്രയും യൂണിറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഫസ്റ്റ് എന്താണ് ഈ 6 യൂണിറ്റ്സ് ചുമ്മാ കവർ ചെയ്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ. കൃത്യമായ രീതിയിൽ എന്ത് വേണം, നമുക്ക് അതിന്റെ റിവിഷൻ നടത്തണം. അപ്പൊ അതും വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റ് ആണ്. മാത്രമല്ല ഓരോ യൂണിറ്റ് കഴിയുമ്പോഴും എന്താണ് നമുക്ക് അതിൻ്റെതായ ഒരു യൂണിറ്റ് ടെസ്റ്റ് ആവശ്യമുണ്ട് ഇല്ലേ. ഒരു യൂണിറ്റ് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ യൂണിറ്റ് ടെസ്റ്റ് നടത്താതെ നമുക്ക് അടുത്തേക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ കൃത്യമായി യൂണിറ്റ് ടെസ്റ്റും എന്താണ് നമുക്കിവിടെ അനിവാര്യമാണ് കേട്ടോ. അപ്പൊ അത്രയും യൂണിറ്റ് ടെസ്റ്റുകൾ കവർ ചെയ്ത് PYQs കവർ ചെയ്ത് കൃത്യമായി പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ഈ എക്സാം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നോക്കിയേ, ഫസ്റ്റ് യൂണിറ്റ് എന്താ പറയുന്നത്, ഫണ്ടമെന്റൽ കൺസെപ്റ്റ്സ്. ഇവിടെ എന്തൊക്കെ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്, സെറ്റ്, ഫങ്ഷൻസ്, അനലിറ്റിക്കൽ ജോമെട്രി, കാൽക്കുലസ്, പ്രോബബിലിറ്റി. ഓക്കെ, ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഒപ്പം തന്നെ എന്താണ് ഓരോ ആഴ്ചയിലും എന്താണ് നമ്മൾ റിവിഷൻ നടത്തും.
ഓരോ ആഴ്ച റിവിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, എല്ലാ ആഴ്ചയിലും കവറപ്പ് ചെയ്യുന്ന ടോപ്പിക്സിന്റെ ഒരു എക്സാം എന്ന രീതിയിൽ എന്താണ് നമ്മൾ എല്ലാ വീക്കിലും നമ്മുടെ ഹോളിഡേ ഡേ ആയിരുന്ന സൺഡേ, അതായത് നമ്മൾ അവധി ദിവസമായ സൺഡേ നമ്മൾ എക്സാംസ് കണ്ടക്ട് ചെയ്യാണ്. അപ്പോൾ തിങ്കൾ മുതൽ ശനി വരെ നിങ്ങൾ എന്തൊക്കെ പഠിക്കുന്നോ അതിന് പറ്റിയ ഒരു എക്സാം എന്താണ് നമ്മൾ സൺഡേ കണ്ടക്ട് ചെയ്യുകയാണ്. അപ്പൊ കൃത്യമായ ഒരാഴ്ച പഠിച്ച എല്ലാ കാര്യങ്ങളും ആ പരീക്ഷയ്ക്ക് ചോദിക്കുകയും പരീക്ഷ നിങ്ങൾ എഴുതുമ്പോൾ എന്താണ് നിങ്ങൾക്ക് അത്രയും ടോപ്പിക്സിലൂടെ ഒന്ന് കടന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം എക്സാംസോടെ നമ്മൾ പഠിച്ചു പോയാൽ എന്താണ് നമുക്ക് ഈസി ആയിട്ട് ആ ഫുൾ ടോപ്പിക്സും എന്താണ് ഓർമ്മ നിൽക്കും. അപ്പൊ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഈ വീക്കിലുള്ള റിവിഷൻസ്. അപ്പോൾ കൃത്യമായ ഓരോ വീക്കിൽ റിവിഷൻ ഇല്ല എങ്കിൽ എന്താണ് നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. അടുത്തത് എന്താണ് റിയൽ അനാലിസിസ്, എന്താണ് സീക്വൻസ് സീരീസ് പോലത്തെ ഏരിയാസ്, പിന്നെ മെഷർ സീരീസ്, പിന്നെ എന്താണ് കോംപ്ലക്സ് അനാലിസിസ്. ഇത്രയും ഏരിയാസ് ആണ് ഇവിടെ വരുന്നത് നമ്മുടെ സെക്കൻഡ് യൂണിറ്റിൽ വരുന്നത്. സെക്കൻഡ് യൂണിറ്റിൽ വരുന്ന ടോപ്പിക്സ് ഇത്രയുമാണ്. അപ്പൊ ഇവിടെയും എന്താണ് നമുക്ക് പീരിയോഡിക് ആയിട്ട് തന്നെ എന്ത് വേണം, നമുക്ക് വീക്കിലി തന്നെ റിവിഷൻസ് കണ്ടിന്യൂ ചെയ്ത് പോകണം. കാരണം എന്താണ് റിയൽ അനാലിസിസും കോംപ്ലക്സ് അനാലിസിസിനും എന്താണ് ഇഷ്ടംപോലെ തിയറീസ് ഉണ്ട്. ആ തിയറീസ് ഒക്കെ നമുക്ക് എന്താണ് നോട്ട് ചെയ്ത് പഠിച്ചില്ലെങ്കിൽ എന്താണ് നമുക്കൊരു കണ്ടിന്യൂറ്റി കിട്ടത്തില്ല. പിന്നെ എന്ത് അബ്സ്ട്രാക്ട് ഓൾജിബ്ര. അബ്സ്ട്രാക്ട് ഓൾജിബ്രയിൽ എന്താണ് നമുക്ക് മെയിൻ ആയിട്ട് 3 ടൈപ്പ് സാധനങ്ങൾ പഠിക്കാറുള്ളത്. എന്താണ് ഗ്രൂപ്പ്, റിംഗ്, ഫീൽഡ്. ഒപ്പം തന്നെ എന്താണ് അതിനകത്ത് കുറെ തിയറംസും ഒപ്പം തന്നെ കുറെ പ്രോബ്ലം സോൾവിങ് ആയിട്ടുള്ള ഏരിയാസും വരുന്നുണ്ട്. അപ്പൊ ഇത്രയും ഏരിയാസ് കൃത്യമായി പഠിക്കുമ്പോഴാണ് എന്ത് നമുക്ക് ആ ഒരു ഭാഗം കൃത്യമായിട്ട് സോൾവ് ചെയ്യാൻ എന്താണ് കൃത്യമായിട്ട് കവറപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അബ്സ്ട്രാക്ട് ഓൾജിബ്രയും എന്താണ് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. കാരണം ഇതുമായിട്ട് കണക്ഷൻ ഉള്ള ഒരു ചാപ്റ്റർ നമ്പർ 3 വരുന്നുണ്ട്. മാത്രമല്ല ഫസ്റ്റ് യൂണിറ്റ് പഠിച്ചാൽ എന്താണ് നമുക്ക് അതിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ യൂസ് ചെയ്യാം. നമുക്ക് റിയൽ അനാലിസിസിലും കോംപ്ലക്സ് അനാലിസിസിലും ലീനിയർ ഓൾജിബ്രയിലും ഒപ്പം എന്താണ് ഇതാണ് അബ്സ്ട്രാക്ട് ഓൾജിബ്രയിലും ഒപ്പം എവിടെയും വരും ടോപ്പോളജിയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നമുക്കതാണ് ബൈജക്റ്റീവ് പോലത്തെ ടോപ്പിക്സ് ഭാഗങ്ങളൊക്കെ എവിടെ കയറി വരാം, ഇവിടെ കയറി വരാം. അപ്പൊ അത്ര ഇമ്പോർട്ടന്റ് ആയ കുറെ ഏരിയാസ് നമുക്ക് ഉണ്ട് കേട്ടോ. ഇതൊക്കെ കൃത്യമായിട്ട് കവറപ്പ് ചെയ്ത് തന്നെ പോകണം. അടുത്തതാണ് എന്ത് നമ്മുടെ 4ാമത്തെ യൂണിറ്റ് ആയ ലീനിയർ ഓൾജിബ്ര. ലീനിയർ ഓൾജിബ്രയിൽ മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള 3 പോയിന്റ് ആണ് എന്ത് മെട്രിക്സ്, വെക്ടർ സ്പേസും ലീനിയർ ട്രാൻസ്ഫോർമേഷനും. അപ്പൊ ഈ 3 പോയിന്റുകൾ എന്താണ് ഒട്ടുമിക്ക പരീക്ഷയിലും ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരു യൂണിറ്റ് ആണത്. എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ എക്സാം മാത്രമാണ് കുറച്ച് ചോദ്യങ്ങൾ കുറവ് ചോദിച്ചത്. ബാക്കി എല്ലാ പരീക്ഷയിലും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച യൂണിറ്റ് ആണ് എന്ത് നമ്മുടെ ലീനിയർ ഓൾജിബ്ര എന്ന് പറയുന്നത്. കാരണം ഒരുപാട് കണ്ടന്റുകൾ അതിൽ ചോദിക്കാനുണ്ട്. മെട്രിക്സിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒപ്പം തന്നെ എന്താണ് വെക്ടർ സ്പേസിലും അത്യാവശ്യം കാര്യങ്ങളുണ്ട്. ലീനിയർ ട്രാൻസ്ഫോർമേഷനിൽ അത്യാവശ്യം കാര്യങ്ങളുണ്ട്. അപ്പൊ കൃത്യമായി പഠിച്ചാൽ എന്താണ് ഈ യൂണിറ്റ് നമുക്ക് ഈസി ആയിട്ട് കവറപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് ദ 5th യൂണിറ്റ് എന്താണ് നമ്പർ തിയറി ആൻഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇവിടെ തന്നെ നമ്മൾ കൃത്യമായി പഠിക്കേണ്ട കുറെ യൂണിറ്റ്സ് ഉണ്ട്. ലൈക്ക് എന്താണ് ഓയിലേഴ്സ് തിയറം, ഫെർമാസ് തിയറം, ചൈനീസ് റിമൈൻഡർ തിയറം, ഒപ്പം എന്താണ് ODEയും PDEയും, അതായത് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനും ഒപ്പം പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനും. ഇത്രയും ടോപ്പിക്സ് ആണ് മെയിൻ ആയിട്ട് ഈ യൂണിറ്റിൽ വരുന്നത്. ഇനി ലാസ്റ്റ് യൂണിറ്റിലേക്ക് പോകുമ്പോൾ തന്നെ ടോപ്പോളജിയാണ്. പൊതുവെ ചോദ്യങ്ങൾ ഒരുപാട് ചോദിക്കാത്തൊരു യൂണിറ്റ് ആണ് എന്ത് ടോപ്പോളജി. ഒരുപാട് ചോദിക്കുന്നതല്ല, ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച ചാപ്റ്റർ എന്നൊരു പട്ടം പൊതുവെ കിട്ടാത്തൊരു യൂണിറ്റ് ആണ് എന്ത് ടോപ്പോളജി എന്ന് പറയുന്നത്. ടോപ്പോളജി ആണ് ഫംഗ്ഷണൽ അനാലിസിസ് ആയാലും. അപ്പൊ ടോപ്പോളജി എന്ന ഏരിയ തന്നെ എന്താണ് മെട്രിക് സ്പേസ്, കോമ്പാക്ട്നെസ്, കണക്റ്റഡ്നെസ്, കൗണ്ടബിലിറ്റി എന്ന ഏരിയാസ് ഒക്കെ പഠിക്കുമ്പോൾ തന്നെ കുറെ ഏരിയാസ് കവറപ്പ് ചെയ്യും. ഇത് കൂടാതെ എന്താണ് നമ്മളെ ജനറൽ ടോപ്പോളജി വരുമ്പോൾ അതിൽ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ എന്താണ് നോർമൽ ഏരിയ സ്പേസ് വരുമ്പോൾ അവിടെ ബെനാക് സ്പേസ്, കംപ്ലീറ്റ് സ്പേസ്, അങ്ങനെ ഒരുപാട് ടോപ്പിക്സും. ഇന്നർ പ്രൊഡക്റ്റ് സ്പേസിനകത്ത് അവിടെ എന്ത് വരുന്നുണ്ട് പാരലോഗ്രാം ലോ പോലത്തെ കാര്യങ്ങളും ഒപ്പം ഹിൽബർട്ട് സ്പേസ് പോലത്തെ കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. ഇന്നർ പ്രൊഡക്റ്റ് സ്പേസിൽ വരുന്നുണ്ട്. അപ്പൊ ഇത്രയും ഏരിയാസ് ആണ് നമുക്ക് എന്ത് വരുന്നത് നമുക്ക് ടോപ്പോളജി എന്നൊരു ഏരിയയിൽ വരുന്നത്. അപ്പൊ കൃത്യമായി ഇത്രയും ഏരിയ പഠിച്ചാൽ എന്താണ് നമുക്ക് ഈസി ആയിട്ട് കവറപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോ ഒരു സ്റ്റഡി സ്ട്രാറ്റജി നോക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടേ, നമുക്ക് ഡെയിലി കൺസെപ്റ്റ് എല്ലാം എന്താണ് പ്രാക്ടീസ് വേണം. അതായത് ഡെയിലി നമ്മൾ പഠിക്കാൻ തരുന്ന ഓരോ കൺസെപ്റ്റുകളും കൃത്യമായ രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് എന്ത് നമുക്കതിനെ നമ്മുടെ റിവിഷൻ എക്സാംസിൽ ഒരുപാട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെയാണ് എന്ത് വീക്ക്ലി റിവിഷൻ. വീക്ക്ലി റിവിഷൻ എന്ന് പറയുമ്പോൾ എന്താണെന്ന് നിങ്ങൾ വിചാരിക്കും, എന്താണ് വീക്ക്ലി റിവിഷനിൽ നമ്മൾ എന്താണ് കൃത്യമായ രീതിയിൽ ആവശ്യം പഠിച്ച എല്ലാ കാര്യങ്ങളും പഠിച്ചെടുത്ത് പോകണം അല്ലെ. അല്ലെങ്കിൽ നമുക്കത് ഓർമ്മ നിൽക്കത്തില്ല. അപ്പൊ നമ്മൾ എന്ത് പഠിച്ചാലും റിവിഷൻ ചെയ്യാതെ പഠിച്ചു പോയാൽ ഫസ്റ്റ് പഠിച്ച കാര്യങ്ങൾ നമ്മൾ ലാസ്റ്റ് അവധി മറന്നു പോകും. വിത്തിൻ 1 month നമ്മൾ അതൊക്കെ മറന്നു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഇത്രയും വൈഡ് ആയിട്ടുള്ള ഒരു സിലബസ് ഉള്ള കാരണം കൃത്യമായ റിവിഷൻ ഇല്ല എങ്കിൽ നമുക്ക് ഓർത്തിരിക്കാനുള്ള ബുദ്ധിമുട്ട് നമുക്ക് എന്തായാലും ഉണ്ടാവും കേട്ടല്ലോ. അപ്പൊ കൃത്യമായ രീതിയിൽ തന്നെ എന്ത് വേണം നമ്മൾ റിവിഷൻ നടത്തണം. ആൻഡ് പിന്നെയാണ് ഫോക്കസ് ഓൺ PYQs. നമുക്ക് PYQs ഒന്നും ഒരു ക്ഷാമവും ഇല്ല അല്ലെ.
നമുക്ക് ഇഷ്ടംപോലെ PYQs ഉണ്ട്. അപ്പൊ കൃത്യമായ രീതിയിൽ PYQs കൂടി കവർ ചെയ്താൽ എന്താണ് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും എടുത്തെടുത്ത് നോക്കാം. കാരണം എന്താണ് PYQs ക്വസ്റ്റ്യൻസ് പലപ്പോഴും എന്താണ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ടെൻഡൻസി നമ്മുടെ സെറ്റ് എക്സാമിനുണ്ട്. അപ്പൊ കൃത്യമായി അതുകൂടി എന്താണ് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആൻഡ് മെയിൻറ്റെയിൻ നോട്ട്സ്. നമ്മൾ എന്ത് പഠിച്ചാലും ഒരു ലെക്ചർ നോട്ട് നമ്മുടെ കയ്യിൽ വേണം കേട്ടോ. ഏത് ടോപ്പിക് എടുത്ത് പഠിച്ചാലും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പഠിച്ച ശേഷം അതിന്റെ ഒരു ലെക്ചർ നോട്ട് ഉണ്ടാക്കി വെക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് കേട്ടല്ലോ. ഒട്ടും മടിക്കാതെ അത് വളരെ കൃത്യമായി നിങ്ങൾ ചെയ്യണം. അത്രയും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണത്. അപ്പോൾ ഇത്രയും ഏരിയാസ് ആണ് എന്ത് കൃത്യമായി നമുക്കവിടെ വരുന്നത്. ആൻഡ് എന്താണ് അവസാനത്തെ 30 ദിവസം ഇപ്പൊ ഇത്രയും കൃത്യമായി പഠിച്ച ശേഷം ഒരു 90 ദിവസം നമ്മുടെ ടോപ്പിക്സ് മൊത്തം തീർത്തു എന്ന് വിചാരിക്കാം. അവസാനത്തെ ഒരു മാസം നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ കൃത്യമായി എന്ത് ചെയ്യും? നമ്മൾ ഫുൾ സിലബസ് റിവിഷനിലേക്ക് ഇറങ്ങണം. അതായത് ഫ്രം ദ ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ ഒന്നുകൂടി റിവൈസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമ്മൾ എത്രത്തോളം അന്ന് പഠിച്ചത് ഓർമ്മയുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഒപ്പം എന്താണ് യൂണിറ്റ് ടെസ്റ്റുകൾ, ഓരോ യൂണിറ്റിന്റെ ബേസ് ചെയ്തുള്ള ടെസ്റ്റുകൾ വേണം. പിന്നെ PYQs അങ്ങനെ തന്നെ എടുത്ത് എന്താണ് പ്രാക്ടീസ് ചെയ്യാൻ നിൽക്കണം. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്താണ് വീക്ക് ഏരിയ കണ്ടുപിടിച്ച് ഫോക്കസ് ആയിട്ട് അത് പഠിക്കാം. അപ്പൊ നമുക്ക് എന്താണ്ടാവും ഒരു യൂണിറ്റ് നമ്മൾ കുറെ വീക്ക് ആയിരിക്കും. ആ ഒരു യൂണിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണെങ്കിൽ ആ യൂണിറ്റിനെ പറ്റി ഒന്നുകൂടി എന്ത് ചെയ്യണം? നമ്മൾ കൃത്യമായി പഠിക്കണം. എന്നാൽ മാത്രമാണ് എന്ത് നമുക്ക് അത് ഈസി ആയിട്ട് പരീക്ഷയ്ക്ക് ഫേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആണ് എന്ത് വീക്ക് ഏരിയാസിനെ ഫോക്കസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റഡി പ്ലാനോടെയാണ് എന്ത് നമ്മൾ നമ്മുടെ സെറ്റിന്റെ ബാച്ച് ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായ രീതിയിൽ പഠിച്ചാൽ എന്താണ് നമുക്ക് ഈ സെറ്റിന്റെ ബാച്ചിൽ എന്താണ് ജോയിൻ ചെയ്ത് കൃത്യമായ രീതിയിൽ പഠിച്ചാൽ എന്താണ് നമുക്ക് ഈസി ആയിട്ട് ഈ വരുന്ന സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സെറ്റ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി സെറ്റ് അസ്ത്ര 5.0 ജോയിൻ ചെയ്യാൻ വേണ്ടി ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്പർ എന്താണ് 9746455514. ഇതാണ് 9746455514 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഒപ്പം തന്നെ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു ഫോമിന്റെ ലിങ്ക് നമ്മൾ താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒപ്പം നമ്മുടെ ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്കും താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യുക. ഒട്ടും മടിക്കാതെ ഇപ്പോഴേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു തുടങ്ങുക കേട്ടല്ലോ. സെറ്റ് എന്ന് പറയുന്ന ഒരു ബാലികേറാൻ മലയൊന്നുമല്ല. കൃത്യമായി പഠിച്ചാൽ എന്താണ് നമുക്ക് ഈസി ആയിട്ട് പാസ് ആകാവുന്ന ഒരു പരീക്ഷ തന്നെയാണ് സെറ്റ് എക്സാം. അപ്പോ കൃത്യമായ രീതിയിൽ തന്നെ പഠിക്കുക. വരുന്ന സെറ്റ് എക്സാമിന് എല്ലാവരും പാസ് ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ കണ്ടന്റ് വീഡിയോസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന മാക്സിമം കൂട്ടുകാർക്ക് എന്ത് ചെയ്യുക? ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ അടുത്തൊരു വീഡിയോ കാണുന്നവരെയും താങ്ക് യു.